രാത്രി കൊണ്ട് ജീവിതമാകെ മാറിമറിഞ്ഞതിന് നടുക്കം അവരുടെ കണ്ണുകളിൽ ഇന്നും തെളിഞ്ഞു കാണാം. പ്രിയപ്പെട്ട ലെനിൻ തങ്ങളോടൊപ്പം ഇനിയില്ലെന്ന് ഇവർക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഒരിക്കലും മായ്ക്കാനാവാത്ത സ്നേഹത്തിൻ്റെ അടയാളത്തെ എന്നേക്കുമായി ശരീരത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് സന്ധ്യ. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലൊരു എപ്പോഴും കാണാലോ, എങ്ങനെ ലെനിയേട്ടൻ നോക്കി ചിരിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും നോക്കിയാൽ കാണാവുന്ന ദൂരത്ത്. ലെനിനും അച്ഛൻ സുദർശനും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അന്നത്തെ ഓർമ്മകൾ ഇന്നും ഭയപ്പാടോടെയാണ് ഇവർ ഓർക്കുന്നത്. നോക്കിയത് മൊത്തം ഫ്രണ്ടിൽ നിന്ന് വെള്ളം വരുന്നതാണ്. ചെയ്ത് വന്നത് നമ്മുടെ അടുക്കളേൻ്റെ അവിടുന്ന് ബാക്കിൽ നിന്നാണ് വന്നത്. ഈ ഒരു മരം വന്ന് നമ്മുടെ ഇതിലെ സ്റ്റെയറിലോട്ടൊക്കെ ഇടിച്ചപ്പോൾ തന്നെ വീടാകെ ഒന്ന് കുലുങ്ങിയതുപോലെയും, പിന്നെ നമ്മുടെ അവിടോട്ട് രണ്ടാമത്തെ ഇതിലോട്ട് വെള്ളം കയറി ഞാനും മക്കളും ഒക്കെ കഴുത്തപ്പോൾ വെള്ളമായി. പിന്നെ ചെറിയ മോനെയൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് അമ്മയമ്മയുണ്ട്, മോളും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിന്ന് ഒച്ചത്തിൽ കരയാനല്ല, നമുക്ക് ഒച്ചത്തിൽ ശരിക്കും ഒച്ച പോലും വരില്ല, നമ്മൾ ആകെ ഭയന്നു പോവും. മക്കളായ ലയയും ലക്ഷ്മിയും വിഘ്നേഷും അമ്മയുടെ കൈത്തണ്ടയിൽ സ്നേഹത്തോടെ തലോടി ചേർന്ന് നിൽക്കുന്നു. ലെനിൻ സന്ധ്യ ദമ്പതികളുടെ മൂത്ത മകളായ ലയ മുൻപെഴുതിയ കഥ ദുരന്തത്തിന്റെ പ്രവചനം പോലെയായി മാറി. ഇതൊരു കുരുവി വന്നിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പം അതിലെ വേർഡ് എല്ലാവർക്കും ഭയങ്കര ഇതായിപ്പോയി. നിങ്ങൾ രക്ഷപ്പെട്ട് ഓടിക്കോ, ഇവിടെ വലിയൊരു ദുരന്തം വരാനിരിക്കുന്നു, അത് പറയും ഒരു കുരുവി. അങ്ങനെയാണ് എഴുതിയത്. അപ്പം ആ ഒരു ഇതും ഈ ഒരു ഇൻസിഡൻ്റായിട്ട് മാച്ചായി. ഇന്നിപ്പോൾ അധികൃതർ ഒരുക്കി നൽകിയ ചുണ്ടേൽ കൂട്ടമുണ്ടയിലെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് ഇനി വേണ്ടത് ശാശ്വതമായ ഒരു തണലാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു 5 സെന്റ് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഏതെങ്കിലും സുമനസ്സുകൾ, ഈ വാർത്ത കാണുന്ന ഏതെങ്കിലും സുമനസ്സുകൾ ഇവർക്ക് 5 സെന്റ് സ്ഥലം നൽകാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കാൻ നമുക്ക് സാധിക്കും. എന്ത് ചെയ്യുമ്പോഴും ഒരു സ്നേഹ സാന്നിധ്യമായി പ്രിയപ്പെട്ടവൻ കൂടെയുണ്ടെന്ന വിശ്വാസത്തോടെയാണ് ഈ കുടുംബത്തിന്റെ പ്രയാണം. മാതൃഭൂമി ന്യൂസ്, വയനാട്. സാരംഗ് സുരേഷ് ഉണ്ട് നമ്മുടെ കൂടെ. സാരംഗ്, ഇത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്ന കാര്യമാണ്. ശരിയാണ്, അത്രത്തോളം ധൈര്യം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് സങ്കടം തോന്നും. ശരിയാണ്, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് എങ്കിൽ പോലും അവർക്കിനി ധൈര്യത്തോടു കൂടി മുന്നിലേക്ക് പോകണം. ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആ ടാറ്റു ഉൾപ്പെടെയായിരിക്കും ആ ധൈര്യത്തോടു കൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുക, അല്ലേ? സാധാരണയായിട്ട് മരിച്ചുപോയ ആളുകളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് പറയുമ്പോൾ പലർക്കും പല ഓർമ്മകളൊക്കെ തന്നെ ഈ പങ്കുവെക്കാനുണ്ടാവുക. പക്ഷേ ഒരു രാത്രി കൂടെ നിൽക്കുന്ന ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് കാണാതാവുന്നു. പിന്നെ എന്ത് പറ്റി എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെ പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ പോയി ബോധം മറിഞ്ഞ് മണിക്കൂറുകളോളം കിടന്നതിന് ശേഷം പിന്നെ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ കൂടെ ഇല്ല എന്നുള്ളൊരു ഞെട്ടൽ പെട്ടെന്ന് അവർ തേടിയെത്തുകയാണ്. മാത്രമല്ല, പറക്കം പറ്റാത്ത 3 കുഞ്ഞുങ്ങളുള്ളത്. ഒരാൾ 9ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ അതുപോലെ തന്നെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, മറ്റൊരാൾ പൊടിക്കുഞ്ഞാണ്. അപ്പോൾ അത്രയും ആളുകളെ വെച്ചാണ് സന്ധ്യേച്ചി ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള പ്രതിസന്ധി. സ്വന്തം വീട് പോയി, ഭർത്താവിൻ്റെ തറവാട് പോയി, ഭർത്താവിൻ്റെ അച്ഛനടക്കം ആ ഒരു ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ നഷ്ടപ്പെട്ടു. ആകെ ഒരു അനിശ്ചിതാവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ മുഴുവനുള്ളത്. പിന്നീട് അവർക്ക് അധികൃതർ കണ്ടെത്തി നൽകിയിട്ടുള്ള ചുണ്ടയിലെ വാടക വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് പലർക്കും അവരുടെ ജീവനായി നിന്നിരുന്ന ആളുകളെ കുറിച്ച് അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന കാര്യമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ലെനിൻ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാറ്റു ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാത്രം 8-10 ടാറ്റുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവരുടെ കുടുംബം തന്നെ പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് അവരുടെ വിവാഹ വാർഷിക സമയത്ത് അവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേരുകൾ ശരീരത്തിൽ പച്ചകുത്തിയിരുന്നു. അതിനുശേഷമാണ് ചേച്ചി ഏകദേശം 5 വർഷം മുൻപാണ് ലെനിൻ എന്നുള്ള പേര് തൻ്റെ കൈത്തണ്ടയിൽ പച്ചകുത്തുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ നമുക്കറിയാം, വലിയ എമൗണ്ട് ടാറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. വലിയ തുകയാണ് ഒരാളുടെ മുഖം പൂർണ്ണമായും ടാറ്റു അടിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരിക. പക്ഷേ ഇതെല്ലാം ബത്തേരിയിലുള്ള ഈ ലെനിൻ ചേട്ടൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മനോജ് എന്ന് പറഞ്ഞ ആൾ അവർക്ക് സൗജന്യമായി ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവർക്ക് ആ കൈത്തണ്ടയിൽ ലെനിൻ ചേട്ടൻ്റെ മുഖം കാണുന്ന സമയത്ത് വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. എപ്പോഴും തങ്ങളോടൊപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവനുണ്ട് എന്ന് പറയുന്നൊരു സമാധാനമുണ്ട്. അവരുടെ ഏറ്റവും ചെറിയ മകന് വിഘ്നേഷിന് അച്ഛനും അപ്പൂപ്പനും പോയതൊന്നും അറിയില്ല. അപ്പോൾ അവനൊക്കെ തന്നെ അച്ഛൻ്റെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണുമ്പോൾ വലിയൊരു ആശ്വാസവും ഒരു സന്തോഷവും. എന്തുതന്നെയായാലും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു. ആ ടാറ്റു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ധൈര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തട്ടെ.